ഇതാ സച്ചേന്റെ കാറ്. പോലീസ് ലോക്ക് ചെയ്തിരിക്കാന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു. സംശയിക്കണ്ട, നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. കാണാതായത് നിങ്ങളുടെ ഭർത്താവിനെയാണോ? അതെ, ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. പേടിക്കണ്ട, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ജീവനോട് തന്നെ ഉണ്ട്. നിങ്ങള്? എന്റെ പേര് പാർവതി എന്ന്. എന്റെ സച്ചേനെ നിങ്ങൾ കണ്ടായിരുന്നോ? എവിടെ ഇപ്പൊ ഉള്ളത്? ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും രക്ഷപ്പെടാനാകാത്ത വിധത്തില് അദ്ദേഹം അകപ്പെട്ടിരിക്കുവോ? അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇവിടുന്ന് തെക്ക് പടിഞ്ഞാറായി കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തില് കൈയും കാലും ബന്ധിച്ച അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് നിസ്സാരമായുള്ളൊരു കാര്യമല്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈശ്വരന്റെ സഹായത്താൽ ചിലപ്പോ രക്ഷപ്പെടുത്താൻ പറ്റിയാലോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ വിശ്വസിക്കണോ വേണ്ടയോ അതും എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാൻ പോവാ ഞാൻ. ഈ പറഞ്ഞ സ്ഥലം എനിക്കറിയില്ല. എന്റെ കൂടെ വന്ന് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത്. അവിടം വരെ ഞങ്ങളോടൊപ്പം ഒന്ന് വരുമോ? ദയവായി പറ്റില്ല എന്ന് പറയരുത്. അതെ, സച്ചി എത്രയും വേഗം കണ്ടുപിടിക്കണം. പാർവതിക്ക് സ്ഥലം അറിയാലോ, വഴി കാണിച്ചെന്നാ മതി. ഞങ്ങള് എങ്ങനെയെങ്കിലും സച്ചിയെ രക്ഷിച്ചോളാം. ഞങ്ങളോടൊപ്പം വന്നൂടെ? സ്നേഹേ, നീ ഈ വിവാഹം നടത്തണമെന്നുള്ള തീരുമാനത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണോ? ഒന്നുകൂടെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചിയേട്ടൻ എവിടെയാണെന്നോ എന്ത് പറ്റിയെന്നോ അറിയില്ല. ഈ സാഹചര്യത്തിൽ തന്നെ വേണോ ഈ വിവാഹം? ഇതെന്താ സ്നേഹ ഇത്? കല്യാണം മുടക്കി സ്വന്തം വീട്ടിൽ തന്നെയുണ്ടോ? കല്യാണം മുടക്കി നിനക്ക് സഹോദരനുണ്ടോ? ഒരേട്ടനുണ്ട്. നിന്റെ വിവാഹത്തിന്റെ തലേ ദിവസം ആ ഏട്ടനെ കാണാതിരുന്ന, എവിടെയാന്ന് പോലും അറിയാതിരുന്ന, നീ ആ വിവാഹം നടത്താൻ തീരുമാനിക്കോ? ഇല്ല. എന്നാ ഈ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരി അതാണിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവള് പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. കൂടപ്പിറപ്പില്ലാതെ ഇതൊന്നും ചെയ്യുന്നത് ഒട്ടും നല്ലതല്ലെന്ന്. നീ എന്തിനാ സ്നേഹയുടെ പുറകെയാണെന്ന് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനാ? എനിക്കറിയാം കാര്യം എന്താണെന്ന്. നിനക്കിപ്പോ സച്ചിയുടെ പേരും പറഞ്ഞ് ഈ വിവാഹം മുടക്കണം അല്ലേ?
ഇനി അത് മാറ്റി വെച്ചിട്ട് ഇന്ന് തന്നെ സച്ചി തിരികെ വന്ന അങ്ങനെ സച്ചിയേട്ടൻ വരില്ല. വരുവായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഇവിടെ വന്നേനെ. എത്ര എതിർപ്പ് പറഞ്ഞാലും സ്നേഹ സച്ചിയേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാ. അത് ഇവള് തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ അവൻ വരുമെന്ന് തന്നെ ഞാൻ പറയുന്നത്. അവൻ വന്നില്ലെങ്കിൽ അവനെ കൊണ്ടുവരാൻ എനിക്കറിയാം. സച്ചിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പോടെ തന്നെയാ ഞാൻ ഈ വിവാഹം നടത്താൻ പോകുന്നത്. സച്ചിയേട്ടന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ ഏട്ടാ? എന്റെ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. വിവാഹം കഴിഞ്ഞ് നീ ധനുഷിന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് സച്ചി മോളുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. അനകയുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. പോ. ഞാൻ പോയിക്കോളാം. നീ നോക്കിക്കോ സ്നേഹേ. ഇതിനൊക്കെ പകരം കൊടുക്കേണ്ടതേ നിന്റെ കണ്ണീരായിരിക്കും. നീ ഓർത്ത് വെച്ചോ. നല്ലോണം മേക്കപ്പ് ചെയ്തോ ചേച്ചി. ഏട്ടനെ കാണാത്തതിലുള്ള വിഷമം അനിയത്തിയുടെ മുഖം കണ്ട് ഇനി ആരും മനസ്സിലാക്കിയെന്ന് വേണ്ട. ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഉച്ചവരെ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. 12 മണിക്ക് മുഹൂർത്തം കഴിയും. ആ ശുഭമുഹൂർത്തത്തിലായിരിക്കണം അവനെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ കെട്ടുന്ന താലി സ്നേഹയുടെ കഴുത്തിൽ മുറുകുമ്പോൾ സച്ചിയുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിയണം. ശരി സർ. കെട്ടഴിച്ചു വിടുന്ന സമയത്ത് നിനക്ക് അവന്റെ കയ്യിൽ നിന്നും 1-2 തല്ല് കിട്ടിയെന്ന് വരും. അതും കൂടി ചേർത്താ നിന്റെ ലാസ്റ്റ് സെറ്റിൽമെന്റ്. ശരി സർ. ഇനി ബിജു എന്നെ വിളിക്കണ്ട. എല്ലാം പറഞ്ഞ പോലെ തന്നെ. താനിതുവരെ റെഡിയായില്ലേ? ഒന്നിനൊരു മൂടില്ല സർ. ഈ വിവാഹം മുടക്കാൻ വേണ്ടി സച്ചി സാറും മനഃപൂർവ്വം പോയി ഒളിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സ് വല്ലാതെ മടുത്തുപോയി. ഇന്നലെ ധനുഷ് പറഞ്ഞപ്പോഴാ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. കാറ് കൊണ്ട് വഴിയിലിട്ടിട്ട് സച്ചി എവിടെ മാറി നിൽക്കുക, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അത് അച്ഛനോടോ മറ്റാരോടോ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. ഇനി അങ്ങനെയല്ല, മറ്റാരേലും അവൻ എന്തെങ്കിലും ചെയ്താണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ എവിടെയുണ്ടെങ്കിലും പോലീസിന്റെ കയ്യിലോ എൻ്റെ ആളുകളുടെ കയ്യിലോ സച്ചിയെ കിട്ടും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹം ഇപ്പോഴും നടത്താമെന്ന് കരുതുന്നത്. ആ ധൈര്യത്തിൽ തന്നെയാണ് സ്നേഹയോട് മറ്റൊന്നും ആലോചിക്കാതെ വിവാഹത്തിനൊരുങ്ങാൻ ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഞാനൊരു നന്ദി കെട്ടവനാണെന്ന്. അല്ലെങ്കിൽ നാട്ടുകാർ പറയുമായിരിക്കും അനിയനെ കാണാതായിട്ടും വിവാഹം നടത്താൻ തീരുമാനിച്ച ദുഷ്ടനായ ഏട്ടനെ കുറിച്ച്. സച്ചി തിരികെ വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറാവുന്നത്. എൻ്റെ അച്ഛനെ അല്ലാതെ മറ്റാരെയും അത് എനിക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യവുമില്ല. ഈ വീട്ടിലിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് ധനുഷിന് തന്നെ തോന്നുന്നുണ്ടാവും പലതും. ഈ കാണുന്ന വീടും പത്രാസും ഒക്കെ ഉള്ളടോ, ഇതിനകത്ത് മനസ്സമാധാനമുള്ള ആരുമില്ല. എനിക്കറിയാം ധനുഷിന് വിഷമമുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ. അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ടെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. സർ, വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. സാറിനെ പോലെ തന്നെ ഈ വിവാഹം മുന്നിൽ നിന്ന് നടത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച 2 പേരാ, സന്ദീപ് സാറും സച്ചി സാറും. ഒരാളും മനഃപൂർവ്വം വരുന്നില്ല, മറ്റേ ആൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഈ സാഹചര്യത്തിലും ഞാൻ സാറ് പറയുന്നത് അനുസരിക്കുന്നത് സ്നേഹ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. എന്റെ വിവാഹം മുടക്കാൻ സച്ചി സാറ് മാറി നിന്നിട്ട് കാണാനില്ല എന്നൊരു വാർത്ത പരത്തുകയും ചെയ്തു.
കളക്ടർ ശാലിനിയുമായി ചേർന്ന് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്തു. അർച്ചന മേഡം അനഘയും അതിന്റെ പേരിൽ ഈ വിവാഹം മാറ്റിവെക്കണമെന്നൊക്കെ പറയുമ്പോഴൊക്കെയും ധനുഷ് എന്നയാളുടെ പുരുഷത്വത്തിനാണ് ക്ഷതമേൽക്കുന്നത്. എന്നിട്ടും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാത്തത് സ്നേഹം എനിക്ക് തരുന്ന സ്നേഹം മാത്രമല്ല, സാറിനും സേതു സാറിനും ഒക്കെ ഞാൻ കാരണം ഒരു നാണക്കേടുണ്ടാവരുതെന്ന് കരുതിയ, ഞാൻ കാരണം ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടാ. ഇന്നലെ ഒരു രാത്രി എന്റെ ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവിന്റെ രാത്രിയായിരുന്നു. എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ ഇങ്ങനൊരു രാത്രി എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല സർ. ഏതൊരു സാധാരണക്കാരനും എടുക്കുന്ന തീരുമാനത്തിന്റെ വിപരീത തീരുമാനമെടുത്ത് ഒരു വരന്റെ വേഷമണിയാൻ ഞാൻ തീരുമാനിച്ചത് സാറിന്റെ ഉൾപ്പെടെയുള്ള സ്നേഹം കാരണമാണ്. ഞാൻ വാക്കുകൊടുത്തൊരു പെണ്ണിന്റെ മുന്നിൽ മറുവാക്ക് പറയാനുള്ള ത്രാണിയില്ലാത്തവന്റെ ഗതികേടാത്. എനിക്ക് മനസ്സിലാവും ധനുഷ്. ധനുഷിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇന്ന് ഈ വിവാഹം നടക്കില്ല. ധനുഷിന്റെ അനിയത്തോട് കാണിക്കുന്ന സ്നേഹവും ഞങ്ങളോട് കാണിക്കുന്ന കരുണയും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് മറ്റൊന്നും ഓർക്കണ്ടെന്ന് ഞാൻ പറയും. തൻ്റെ ഈ മനസ്സ് തന്നെയാണ് സ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ജീവിതവും സുരക്ഷയുമൊക്കെ. മറ്റെല്ലാം മറന്നിട്ട് വിവാഹത്തിന് റെഡിയാവും. എന്ത് വന്നാലും ഈ വിവാഹം ഞാൻ നടത്തും. എൻ്റെ അച്ഛൻ ധനുഷിന് തന്ന വാക്ക് ഒരിക്കലും തെറ്റരുത്. അത് മൂത്ത മകനായ എൻ്റെ കടമയാണ്. എന്തായി? സച്ചിയുടെ ഇന്നലെ വിവരം കിട്ടിയോ? പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാ നിങ്ങളെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത്. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. വിവാഹത്തിന് മുമ്പ് സച്ചിയെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കണം. മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. മനസ്സിലായോ? ഇനി ഇങ്ങോട്ടാ?
അച്ഛാ, ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായി വരുന്നു. അച്ഛൻ റെഡിയാവുന്നില്ലേ? ഈ വിവാഹം ശരിക്കും ഇന്നലെ രാത്രി തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. ആതിര ഹോസ്പിറ്റലിലായതുകൊണ്ട് പോട്ടെ എന്ന് വെച്ചാലും സച്ചിയും സന്ദീപും അർച്ചനയും ആശും കുടുംബമൊന്നും ഇല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനൊരു വിവാഹം എന്തിനാ നടത്തുന്നതെന്നൊരു ചിന്ത ഇപ്പം എന്നെ അലട്ടുന്നുണ്ട്. പറയാൻ നമുക്ക് ന്യായീകരണങ്ങളുണ്ടെങ്കിലും പെട്ടെന്നത് ആർക്കും മനസ്സിലാവണമെന്നില്ല. ഇന്നലെ രാത്രി അർച്ചന പറഞ്ഞതിനൊക്കെ നമുക്ക് മറുപടി ഇല്ലായിരുന്നത് തന്നെയാണ് അതിനുദാഹരണം. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാനാ തെറ്റുകാരൻ. അനിയനെ കാണാനില്ലാത്ത വിഷമത്തിൽ തകർന്നിരിക്കുന്ന ഒരു ഏട്ടനെയാണ് എല്ലാവരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ തളർന്നിരുന്നാൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം എന്താണെന്ന് ഭയന്ന് തളരാതെ പിടിച്ചിരിക്കുന്ന ഈ ഏട്ടനെ ആരും കാണുന്നില്ല അച്ഛാ. തനിഷ് സ്നേഹയെ വിവാഹം ചെയ്യുന്നത് ഇഷ്ടമില്ലഞ്ഞിട്ട് സച്ചി പിണങ്ങി എവിടെയോ നിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അവനെ കണ്ടെത്താനുള്ള എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ SP വിളിച്ചപ്പോൾ ഇന്ന് തന്നെ അവനെ കണ്ടെത്തുന്ന അദ്ദേഹം പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ ലോകത്ത് എവിടെയാണെങ്കിലും സ്നേഹയുടെ വിവാഹ സമയത്ത് അവനവിടെ ഉണ്ടാവുമെന്ന്. ഞാനിപ്പോഴും ഈ വിവാഹം നടത്തണമെന്ന് വാശി പിടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ചാ. ഇന്നും കൂടി നടന്നില്ലെങ്കിൽ ധനുഷിന്റെ വീട്ടുകാർ പിന്നെ ഒരിക്കലും ഈ വിവാഹം നടത്താൻ സമ്മതിച്ചു വരില്ല. അത് ധനുഷ് തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്. സച്ചി തിരികെ വരുമ്പോൾ ബാക്കി എല്ലാവരും സന്തോഷിച്ച് നിൽക്കുമ്പോൾ സ്വന്തം ജീവിതം ഒരു സ്വപ്നം മാത്രമായ സ്നേഹയെ നമ്മൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കച്ച? അങ്ങനൊരു സാഹചര്യം ഞാനായിട്ട് ഒഴിവാക്കുന്നതേ ഉള്ളൂ. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കത് കുഴപ്പമില്ല. അച്ഛൻ എൻ്റെ ഒപ്പം നിൽക്കണം. നമ്മുടെ സ്നേഹമോൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഒരു അപേക്ഷയാണിത്. ഹലോ അർച്ചന. ആ മാഡം, സച്ചിനുള്ള സ്ഥലം ഏകദേശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിർത്തണം. എവിടെ? ആര് പറഞ്ഞു? ഇപ്പോൾ ഒരാൾ പറഞ്ഞറിഞ്ഞതാ. കുറച്ചുള്ളിലാ. ഉള്ളിലെന്ന് പറഞ്ഞ ഒരു കാടിൻ്റെ ഉള്ളിൽ. കാടിനുള്ളിൽ പരുന്തുംപാറ എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടെന്നു. അവിടെ പൂട്ടിക്കിടക്കുന്നൊരു കെട്ടിടത്തിലാണ് സച്ചിനുള്ളതെന്ന് അറിഞ്ഞത്. ഇൻഫോമർ ജെനുവിൻ ആയിട്ടുള്ള ആള് തന്നെയാണോ? അർച്ചന, അർച്ചനയോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയുള്ള ആളാണെന്നും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോന്നും വ്യക്തമായി അറിഞ്ഞ ശേഷമേ നമുക്കൊരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റൂ. ഏത് വഴിയാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? ഫോൺ വഴിയാണോ? എങ്കിൽ അതാരുടെ നമ്പറെന്ന് എനിക്കറിയണം. ചിലപ്പോ അർച്ചനയെ കൂടി ട്രാപ്പ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അർച്ചനയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞ ആളുടെ നമ്പർ ഒന്ന് പറഞ്ഞ്. എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതല്ല മാഡം, നേരിട്ടാ പറഞ്ഞത്. ഞാൻ എന്തായാലും അവരെ വിശ്വസിക്കുക. ശരി ശരി, ഞങ്ങൾ അന്വേഷിക്കാം. അർച്ചന ഇപ്പൊ എവിടെയാ? ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാട്ട്? അതെ മാഡം. എന്ത് ഫൂളിഷ്നെസ് അർച്ചനയെ കാണിക്കുന്നത്? അർച്ചനയുടെ കൂടെ വേറെ ആരാ ഉള്ളത്? എൻ്റെ കൂടെ എനിക്ക് ഇൻഫർമേഷൻ തന്ന ആളും പിന്നെ എൻ്റെ പഴയൊരു ഫ്രണ്ടും. അവളുടെ കാറിലാണ് ഞാൻ പോകുന്നത്. അർച്ചന, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ആ കാറിൽ നിന്നും താൻ വേഗം ഇറങ്ങ. അത് അപകടമാണ്. എന്തു പറ്റി?
അറിയില്ല. മാഡം, ഞാൻ മാഡത്തിനെ വിളിക്കാവേ. ഹലോ ഹലോ അർച്ചന. ഛേ. ഹലോ ഷിബു, ഇവിടെ കാടിനുള്ളില് പരുന്തുംപാറ എന്നൊരു സ്ഥലമുണ്ട്.